ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു മരിയ ഭക്തിയെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. നമുക്കൊക്കെ സുപരിചിതമാണ് ആ മരിയ ഭക്തി, കുരുക്കഴിക്കുന്ന അമ്മയോടുള്ള ഭക്തി. ഈ ഭക്തിയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ആ ചോദ്യം നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് ഇറനേവൂസ് എന്ന സഭാപിതാവിൻ്റെ അടുക്കലേക്ക്. ഇറനേവൂസ് എന്ന സഭാപിതാവ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള സുന്ദരമായ ഒരു വിശേഷണം ഇങ്ങനെയാണ്: ഹവ്വായുടെ അനുസരണക്കേട് സൃഷ്ടിച്ച പാപത്തിൻ്റെ കെട്ട് മറിയത്തിൻ്റെ അനുസരണയിലൂടെ അഴിഞ്ഞുപോയി. ഇതാണ് ഈ ഭക്തിയുടെ അടിസ്ഥാനമായിട്ട് കിടക്കുന്ന പ്രസ്താവന. അതുകൊണ്ട് കുരുക്കഴിക്കുന്ന അമ്മയോടുള്ള ഭക്തിയുടെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഇറനേവൂസിൻ്റെ ഈ വാക്കുകളാണ്. ഹവ്വായുടെ അനുസരണക്കേട് സൃഷ്ടിച്ച പാപത്തിൻ്റെ കുരുക്ക് മറിയത്തിൻ്റെ അനുസരണയിലൂടെ അഴിഞ്ഞ് ഇല്ലാതെയായി. ഈ ഭക്തി നമുക്ക് പരിചയപ്പെടുത്തി തന്നത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയാണ്. പാപ്പായ്ക്ക് ഈ ഭക്തി ലഭിച്ചത് ജർമ്മനിയിലെ ഓക്സ്ബർഗ് എന്ന് പറയുന്ന വിശുദ്ധ പത്രോസിൻ്റെ ദൈവാലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള കുരുക്കഴിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഛായാചിത്രത്തിലൂടെ. ഈ ഛായാചിത്രം വരയ്ക്കപ്പെട്ടത് 1700 കാലഘട്ടത്തിലാണ്. ഈ 1700 കാലഘട്ടത്തിൽ കലാകാരനായ ജൊഹാൻ ഗയോർഗ് ഈ ചിത്രം വരയ്ക്കുമ്പോൾ ഒരിക്കലും ഇത് ഇറനേവൂസിൻ്റെ വാക്കുകളുമായി താരതമ്യപ്പെടുത്തിയിട്ടല്ല അദ്ദേഹം വരച്ചത്. മറിച്ച് വീണ്ടും 85 വർഷങ്ങൾക്ക് പിന്നോക്കം പോകുമ്പോൾ ഓക്സ്ബർഗിലുണ്ടായിരുന്ന ഒരു പ്രഭുവായ ലാംഗൻ മാൻഡലിൻ്റെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പെട്ടെന്ന് അലിഞ്ഞ് ഇല്ലാതാവുകയുണ്ടായി. അത് പറയുന്നത് ഇങ്ങനെയാണ്: പ്രഭുവായ ലാംഗൻ മാൻഡൽ തൻ്റെ ജീവിത പങ്കാളിയുമായി വലിയ പ്രശ്നത്തിലാവുകയും അത് എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും തീർക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ അന്ന് ജീവിച്ചിരുന്ന ഈശോ സഭാ വൈദികനായ ജക്കോബിൻ്റെ അടുക്കലേക്ക് ഈ പ്രഭു കടന്നു വരികയാണ്. ഈ ജക്കോബച്ചൻ ഈ പ്രഭുവിനോട് പല രീതിയിലും പല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവസാനം അക്കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന വിവാഹ സമ്പ്രദായത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന കരങ്ങൾ, വധുവിൻ്റെയും വരൻ്റെയും കരങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് അതിനു മുകളിലൂടെ ഒരു ചരട് ഇങ്ങനെ കെട്ടിയിട്ടു. ഒരിക്കലും അവസാനിക്കാത്ത ബന്ധത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ചരട് അന്ന് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ജക്കപ്പച്ചൻ ഈ പ്രഭുവുമായി സംസാരിക്കുന്നതിനിടയിൽ, നിങ്ങൾ വിവാഹ സമയത്ത് അൾത്താരയ്ക്ക് മുമ്പിൽ വെച്ച് കരങ്ങൾ ചേർത്ത് പിടിച്ച് അതിന് മുകളിലൂടെ വരിഞ്ഞു കെട്ടിയ ചരട് കൊണ്ടുവരാൻ പറഞ്ഞു. ആ ചരട് അവൻ കൊണ്ടുവന്ന് കൊടുത്തു. ബുദ്ധിമുട്ടുള്ളതല്ല എങ്കിലും ആ ചരട് ഇങ്ങനെ കൂട്ടിക്കെട്ടി വെച്ചത് കൊണ്ട് അതിലിങ്ങനെ ചെറിയ കുരുക്കുകൾ വീണിട്ടുണ്ടായിരുന്നു. ആ കുരുക്കുകളോടുകൂടെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ മുന്നിലേക്ക് വെച്ച് ഈ അച്ഛൻ പ്രാർത്ഥിക്കുകയും അതിനുശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം ആ ചരട് അവിടെ നിന്നെടുത്ത് അവന് കൊടുക്കുന്നതിന് മുമ്പ് അത് കൃത്യമായിട്ട് കുരുക്കുകളൊക്കെ അഴിച്ചു മാറ്റി വളരെ ഭംഗിയായി മടക്കി അത് ഈ പ്രഭുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു: ധൈര്യമായിട്ട് പോയിക്കൊള്ളുക, പരിശുദ്ധ അമ്മ നിന്നെ പ്രത്യേകിച്ച് പരിപാലിച്ചു. പ്രിയമുള്ളവരെ, അത്ഭുതമെന്ന് പറയട്ടെ, പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അത്രയും നാൾ അവർ രണ്ടുപേരും പല രീതിയിലും പല മധ്യസ്ഥരുടെയും സഹായത്താൽ പരിശ്രമിച്ചിട്ടും മാറാതിരുന്ന കുടുംബത്തിലെ അസ്വസ്ഥത, അവർ തമ്മിലുള്ള ഉടക്ക് വഴക്ക് അപ്പാടെ മാറിപ്പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇത് സംഭവിക്കുന്നത് 1615 സെപ്റ്റംബർ മാസം 28-ാം തീയതി. അന്നു മുതൽ പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു ഭക്തി, അതായത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ, വഴക്കുകൾ, അഴിഞ്ഞു പോകാത്ത കുരുക്കുകൾ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ കാൽക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത് പൂർണ്ണമായും അഴിഞ്ഞില്ലാതാകുമെന്ന വലിയൊരു വിശ്വാസം അവിടെ ഇങ്ങനെ മുളച്ച് വളരുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും 85 വർഷങ്ങൾക്ക് ശേഷം 1700-ൽ കലാകാരനായ ജൊഹാൻ ഗയോർഗ് സുന്ദരമായ ഈ ഒരു ചിത്രം ആ ദേവാലയത്തിൽ വരച്ച് സ്ഥാപിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ചിത്രത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കൊക്കെ സുപരിചിതമാണ്. സർപ്പത്തെ ചവിട്ടി നിൽക്കുന്ന പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ ഇടതുഭാഗത്ത് ഒരു മാലാഖയുണ്ട്. ആ മാലാഖയുടെ കയ്യിൽ നിന്ന് ഒരു ചരട് പരിശുദ്ധ അമ്മയിലൂടെ വലതുഭാഗത്തുള്ള മറ്റൊരു മാലാഖയുടെ കയ്യിലേക്ക് വീഴുകയാണ്. ഇടതുഭാഗത്തിരിക്കുന്ന മാലാഖയുടെ കയ്യിലുള്ള ചരടുകൾക്ക് ഒരുപാട് കെട്ടുകളുണ്ട്. പക്ഷേ അത് അമ്മയിലൂടെ കടന്ന് വലതുഭാഗത്തുള്ള മാലാഖയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ ആ കെട്ടുകളൊക്കെ അഴിഞ്ഞ് വളരെ ഭംഗിയുള്ള ചരടായിട്ട് മാറും. പ്രതീകാത്മകമാണ് എന്ന് പറയാതെ തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ ഛായാചിത്രത്തിൽ ഒരു മാലാഖ വൃന്ദം അമ്മയുടെ ചുറ്റുപാടുമുണ്ട്. അതോടൊപ്പം തന്നെ
ഏറ്റവും അടിയിലായി 2 പേരുടെ ചിത്രം കൂടെയുണ്ട്. അത് മറ്റാരുടെയുമല്ല, റഫായേൽ മാലാഖയും തോബിത്ത്. റഫായേൽ മാലാഖ ദൈവത്തിൻ്റെ വഴി നടത്തലിൻ്റെ പ്രതീകമായും തോബിത്ത് യാത്രക്കാരൻ്റെ പ്രതീകമായും നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ, നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ജീവിതത്തിൽ കുരുക്കുകളും കഷ്ടപ്പാടുകളും ഒക്കെ മാറി മാറി വരും. ആ സമയത്ത് ആ കുരുക്കുകൾ അഴിച്ച് മാറ്റി നിന്റെ ജീവിതത്തെ കെട്ടുപിണക്കങ്ങളില്ലാതെ സുന്ദരമായി കൊണ്ടു നടക്കാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് പരിശുദ്ധ അമ്മ ഈ കുരുക്കഴിക്കുന്ന മരിയ ഭക്തിയിലൂടെ നമ്മളോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, കരങ്ങൾ കൂപ്പാം, കണ്ണുകളടക്കാം, തമ്പുരാനോട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞങ്ങൾക്കുണ്ട്. പലപ്പോഴും കെട്ടുപണഞ്ഞ ഒരു ജീവിതമായി മാറാം. അറ്റം കണ്ടുപിടിക്കാൻ സാധിക്കാതെ മുറിച്ചു കളയേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥ വരെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ഇതാ അമ്മ നമ്മുടെ മുമ്പിൽ ശാന്തമായ പുഞ്ചിരിയോടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, കെട്ടുപിണഞ്ഞ ജീവിതത്തെ എൻ്റെ കയ്യിലേക്ക് നീ സമർപ്പിക്കുക. കെട്ടുപിണഞ്ഞതൊക്കെ മാറ്റി സുന്ദരമായ ഒരു ജീവിതമാക്കി ഞാനത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവ് മിശിഹായുടെ എൻ്റെ പുത്രനായ ഈശോയുടെ അടുക്കിലേക്ക് നമുക്ക് നടന്നെടുക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.